ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് രാധാകൃഷ്ണ പ്രേമത്തെക്കുറിച്ച്, രാധാകൃഷ്ണ പ്രേമം എന്ന് വെച്ചാൽ ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ആ പ്രണയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ധാരാളം പ്രാവശ്യം അനേകം ഭാഗങ്ങൾ ഇത് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും എത്ര പ്രാവശ്യം വാരി അണിഞ്ഞാലും പിന്നെയും ബാക്കി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നിറയെ വർണ്ണങ്ങൾ വാരി വിതറിയ ഒരു മനോഹരമായ പട്ട് ചേല പോലെയാണ് രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ച് പലപ്പോഴും മനസ്സിലിങ്ങനെ ഓടിയെത്തുന്നത്. ഇത് ഭക്തരും ഭഗവാനും തമ്മിലുള്ള ഒരു പ്രണയമാണ്. അപ്പോൾ ഭഗവാനെ പ്രണയിക്കുക എന്ന് വെച്ചാൽ ഇവിടെ കാണുന്നതെല്ലാം ഭഗവാനാണെന്നുള്ള ബോധത്തിൽ ആ ഒരു തലത്തിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാറ്റിനോടും, സർവ്വചരാചരങ്ങളോടും, അതിൽ മനുഷ്യരും കാണും, സ്ത്രീകളുണ്ടാകാം, പുരുഷന്മാരുണ്ടാകാം, കുട്ടികളുണ്ടാകാം, വാർദ്ധക്യം ബാധിച്ചവരുണ്ടാകാം, വൃക്ഷലതാദികൾ വരും, പക്ഷിമൃഗാദികൾ വരും, എന്തിന് മനുഷ്യനെ കടിക്കാനും ഉപദ്രവിക്കാനും വരുന്ന ക്രൂര മൃഗങ്ങളും എല്ലാം അതിനകത്തിൽ വരുന്നതാണ്. കാരണം ഇതെല്ലാം ഭഗവാനാണ്. ഭഗവാന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, പ്രകൃതികൾ, ഭാവങ്ങൾ, നാമങ്ങൾ എല്ലാം, ഇതിനെയെല്ലാം നമുക്ക് പ്രണയിക്കാൻ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ രാധാകൃഷ്ണ പ്രേമം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അത് വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ്. നമുക്ക് സാധാരണ ഭക്തർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഭക്തിയിലേക്കാണ് ആദ്യം എല്ലാവരും കടന്നു വരുന്നത്. ഭക്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ കാരുണ്യം, കരുതലാണ് നമ്മളെ ആദ്യം ചേർത്ത് പിടിക്കുന്നത്. നമ്മൾ ഒരുപാട് കരയുമ്പോൾ ഭഗവാൻ നമ്മളെ നീ കരയണ്ട, ഇനി ഞാനില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണുനീർ തൂത്തു തരുന്ന ഒരവസരമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഭഗവാനെ ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങിയത്. പിന്നീട് നമ്മൾ കുറേ ജീവിത ക്ലേശങ്ങളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്നുഴറുമ്പോൾ നമുക്ക് ചാഞ്ഞിരിക്കാൻ ഒരു ചുമൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാനില്ലേ നിനക്ക് ചുമലായിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഭഗവാൻ നമ്മോട് ചേർന്നിരിക്കും. അദ്ദേഹം നമ്മോട് ചേർന്നിരുന്ന് ആ മനോഹരമായ ആ വേണുഗാനം നമുക്ക് വേണ്ടി ഭഗവാൻ ആലപിക്കും. ആ അവസരത്തിൽ നമ്മൾ ഭഗവാന്റെ സ്നേഹമാണ് അറിയുന്നത്. ആദ്യം കരുതലറിഞ്ഞു, പിന്നീട് ഭഗവാൻ നമ്മെ കരുതുന്ന ആ സ്നേഹം നമ്മൾ മറ്റാരോടും പറയാതെ തന്നെ, മറ്റുള്ളവരോട് പറഞ്ഞാൽ, മനുഷ്യരോട് പറഞ്ഞാൽ മാത്രം അറിയുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതൊന്നും പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന ഭഗവാൻ ഒപ്പിയെടുക്കും. നമ്മോട് ചേർന്നിരുന്ന് ആനന്ദത്തിൻ്റെ വേണുഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. അത് നമ്മുടെ ഹൃദയത്തെ വളരെ ശാന്തമാക്കും, ലളിതമാക്കും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ നാം ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഓരോ അവസരങ്ങളിലും ഭഗവാൻ ഓടിയെത്താൻ അല്പം വൈകുന്നത് എന്തുകൊണ്ടാകാം? നമ്മൾ ഹൃദയത്തിലേക്ക് ഭഗവാനെ ചേർത്ത് വയ്ക്കാത്തത് കൊണ്ടാകാം. നമ്മളുടെ ഹൃദയത്തിൽ തന്നെ ഭഗവാൻ ചേർന്നിരുന്നാൽ, എൻ്റെ ഹൃദയസ്ഥനായ ഭഗവാനെ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന അല്ലയോ കാരുണ്യമൂർത്തേ എന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ, ഞാൻ തന്നെയാണല്ലോ ഭഗവാൻ, എനിക്ക് ശ്വാസം തന്നിരിക്കുന്നത്, എൻ്റെ പ്രാണനെ നിലനിർത്തുന്ന ആ പരമ്പൊരുളാണല്ലോ എൻ്റെ ഭഗവാൻ എന്ന് നാം ഭഗവാൻ വേറൊരിടത്താണെന്ന് ചിന്തിക്കാതെ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ പിന്നീട് നമുക്ക് ഹൃദയസ്ഥനാണ് ഭഗവാൻ. നമ്മൾ വിഷമിച്ചും വിഹ്വലമായിട്ടുള്ള ജീവിതം നയിച്ചും വെയിറ്റ് ചെയ്യേണ്ട കാര്യം പിന്നെ വരുന്നില്ല. ആശ്വാസത്തിന് വേണ്ടി ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാൻ എവിടെ നിന്നോ എത്തുന്ന ആ ഒരു അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഹൃദയത്തിൽ തന്നെ, എൻ്റെ ഹൃദയത്തിൻ്റെ താളം, നിശ്വാസം, എൻ്റെ ജീവൻ്റെ സ്പന്ദനം, എൻ്റെ സംസാരത്തിൻ്റെ എനർജി, എന്നെ കർമ്മം ചെയ്യിക്കുന്ന ആത്മശക്തി, ഇതെല്ലാം എൻ്റെ ഭഗവാനാണ്. ഞാൻ എന്ന് പറയുന്നത് പോലും ഭഗവാൻ തന്നെയാണ്. ഞാനും ഭഗവാനും ഭിന്നമല്ല, എനിക്ക് ഭഗവാനെ വിട്ടൊരു സത്തയില്ല എന്ന ആ
പരമമായ ആത്മബോധത്തിലെത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നാം വിളിക്കണ്ട, ഭഗവാനോട് വിഷമം പറയണ്ട, ഭഗവാനെ എനിക്ക് ചാഞ്ഞിരിക്കാൻ അവിടുത്തെ ചുമല് തരൂ എന്നൊന്നും ആവശ്യപ്പെടണ്ട. ഒന്നും ആവശ്യപ്പെടുകയും വേണ്ട, ഒന്നും ഭഗവാനോട് പറയുകയോ ഒന്നും ചെയ്യണ്ട. എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വേദന, നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം ഭഗവാൻ സാധിച്ചു തരും. നമ്മുടെ ആവശ്യങ്ങളാണ്, നമ്മളുടെ ആഗ്രഹങ്ങളാണ് ഭഗവാൻ സാധിച്ചു തരുന്നതെന്ന് ഞാൻ മുൻപ് പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ചിലർ എന്നോട് കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നതൊക്കെ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആണോ നടക്കുന്നത് എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ കുംഭമേളയ്ക്ക് വന്ന പ്രിയപ്പെട്ട ജയശ്രീ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് ഒരു ദിവസം ഗംഗാ സ്നാനത്തിന് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആഗ്രഹിക്കുന്നത് മഹാശിവരാത്രിക്ക് സ്നാനം ചെയ്യാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും, സ്നാനം ചെയ്യാൻ നമുക്ക് സാധിക്കും, ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ജയ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അത് തന്നെ സാധിക്കും. നമ്മൾ വളരെ നന്നായിട്ട് സന്തോഷമായിട്ട് അവിടെ സ്നാനം ചെയ്യും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് തന്നെ നടക്കും എന്നിങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ജയ പറഞ്ഞു, അങ്ങനെ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുമെങ്കിൽ ലോകം എത്ര നന്നായിരുന്നു എന്ന്. അപ്പോൾ അത് ഓരോരുത്തരും അവനവൻ്റെ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചത് മാത്രമാണ് ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ചത് എന്ന്. ഞാൻ ആഗ്രഹിച്ചിരുന്നു ധാരാളം കാര്യങ്ങൾ, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം. ഓരോ കാര്യങ്ങളും ആ കുംഭമേള സ്ഥലത്ത് നിന്നതുപോലും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. അതെന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ അക്കമിട്ട് പറഞ്ഞു. അപ്പോൾ ജയൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം കേട്ടു. അപ്പോൾ അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരുന്നു, മറ്റൊരാൾ ആഗ്രഹിച്ചാൽ അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ടാകുന്നു. കാരണം വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ ഒരു വലിയ വ്യത്യാസം അവിടെയുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ, അതായത് എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങളാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങളായി മാറുന്നത്. അത് എൻ്റെ ആഗ്രഹങ്ങളല്ല, ഭഗവാൻ എന്നെക്കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ്. എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നി എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് ആഗ്രഹം തോന്നി, എനിക്കത് അവിടെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നൽ തരുന്നത് എൻ്റെ ഭഗവാൻ തന്നെയാണെന്ന് പൂർണ്ണമായും ഞാൻ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചത് അവിടെ നിന്നല്ലേ. അപ്പോൾ പിന്നെ അത് നടത്തി തരേണ്ട ജോലിയും അവിടത്തേക്ക് തന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നു. എൻ്റെ തോന്നലും എൻ്റെ പ്രവൃത്തികളും എൻ്റെ സംസാരവും എല്ലാം എൻ്റെ ഭഗവാൻ തരുന്ന ആ ഒരു എനർജി കൊണ്ട് മാത്രമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതിൽ തന്നെ വിശ്വാസമല്ല, അനുഭവമാണ്. അതിൽ സമർപ്പിക്കുകയുമാണ് നമ്മൾ ചെയ്യുമ്പോൾ. നമുക്ക് പിന്നീട് ഒരു വീണ്ടും വിചാരത്തിൻ്റെയോ ഇത് നടക്കുമോ എന്നുള്ള ആശങ്കയുടെ കാര്യമില്ല. എനിക്ക് വളരെ അതിശയം തോന്നും. ഭക്തരാണെന്ന് പറയുകയും തീർത്ഥസ്നാനങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നവർ പോലും ആശങ്കപ്പെടും. അവർക്കും ഡൗട്ടാണ്, നടക്കുമോ നടക്കത്തില്ലയോ എന്ന്. എനിക്കൊരു സംശയമില്ല, നടക്കില്ല എന്നുള്ളതിന് ആ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവമേ എനിക്ക് തോന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുമില്ല. ഭഗവാനിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചതിന് ശേഷമല്ല, അതിന് മുമ്പ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളൊന്നും എനിക്ക് കടന്നു വരില്ല. നെഗറ്റീവ് പറയുന്നവരെയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നടക്കില്ല, അല്ലെങ്കിൽ അതിനൊരു പരിധി വെച്ചിട്ട് എൻ്റെ സാഹചര്യം ഇതൊക്കെ അതുകൊണ്ടൊന്നും നടക്കില്ല. ആര് പറഞ്ഞു നടക്കില്ല എന്ന്? നമുക്ക് പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ ഞാൻ സഞ്ചരിക്കുന്ന സ്ഥലത്ത് മഴ പെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ, ഞാൻ കുട്ടികളുമായിട്ട് വരുന്ന അവസരങ്ങളിൽ ശക്തമായ മഴ റെയിൻകോട്ട് എടുക്കാതെ വന്നിട്ടുണ്ട് പലപ്പോഴും. എൻ്റെ വീട്ടിൽ നിന്ന് ചെട്ടുളങ്ങരയിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഭയങ്കര മഴ. അപ്പോൾ അമ്മയൊക്കെ വളരെ ആശങ്കപ്പെടും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര മഴയാണല്ലോ, ഭയങ്കരമായിട്ട് ഇടിയും വെട്ടി മഴ പെയ്യുന്നു, അയ്യോ കുഞ്ഞുങ്ങളുമായിട്ട് പോയതാണ് എന്ത് എന്നൊക്കെയുള്ള വിഷമം വരും. പക്ഷെ ഞാൻ ഇവിടെ വരുന്നവരെയും എൻ്റെ പിറകിലൊക്കെ മഴ പെയ്യും ശക്തമായിട്ട്. തിരിഞ്ഞു നോക്കിയാൽ മഴ, ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ മഴ പെയ്യുന്നത് കാണാം.
പക്ഷേ എൻ്റെ മുന്നിലെ പാതയിൽ അവിടെ മഴയുണ്ടാവുകയില്ല. ഞാൻ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചതിന് ശേഷം വണ്ടിയെല്ലാം ഒതുക്കി വെച്ച് അകത്ത് കയറി കഴിയുമ്പോൾ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇവിടെയും. അത് ആദ്യമൊക്കെ എനിക്ക് അതിശയമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മൾ പ്രകൃതിയാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്ന ദേവിയാണ് പ്രകൃതീശ്വരി. ഭഗവാനെ നമ്മൾ അന്നെനിക്ക് ദേവിയെക്കുറിച്ച് അത്രയ്ക്കും വലിയ എൻ്റെ അമ്മയായ ചെട്ടുളങ്ങര അമ്മയെ പ്രാർത്ഥിക്കും. പ്രകൃതി പുരുഷ ബന്ധത്തെക്കുറിച്ചും ഉള്ള ആ ഒരു ഭഗവത്ഗീതയിലെ ആ അധ്യായങ്ങളൊക്കെ ഞാനന്ന് നന്നായിട്ട് പഠിച്ചിട്ടില്ല, നന്നായിട്ട് ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ പ്രപഞ്ചഘടന എന്താണെന്നും ഒക്കെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദേവി എന്ന് പറയുന്നത് വേറെ എങ്ങും അല്ല ദേവിയെ തിരയേണ്ടത്, ഭഗവാന്റെ ഹൃദയത്തിലാണ്. ഭഗവാന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഭക്തനോ ഭക്തയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സൃഷ്ടി ആദ്യം ആ ഹൃദയത്തോടടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ദേവിയെയാണ് ആദ്യം നമ്മൾ കാണുന്നത്. ആ ദേവിയാണ് നമ്മെ അകത്തേക്ക് കടത്തി വിടണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച് നമ്മളുടെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ആ ദേവിയിലൂടെയാണ് ഭഗവാനിലേക്ക് എത്തുന്നത്. നമ്മൾ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നു, അല്ലെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ ദേവിയെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ ശിവനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ശിവൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്, ശിവചൈതന്യം. നമ്മളിരിക്കുന്ന ശിവകരമായിട്ടുള്ള ആ ബോധ ചൈതന്യത്തെയാണ് ശിവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഭഗവാൻ തന്നെയാണത്. അപ്പോൾ ദേവി എന്ന് പറയുന്നത് നമുക്ക് അവസാനം കിട്ടുന്ന ഒരാളാണ്. ഭഗവാന്റെ ഹൃദയത്തിലേക്ക് നാം ഇങ്ങനെ സഞ്ചരിച്ച് ആ ഹൃദയത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു ശ്രദ്ധയുണ്ടാകാൻ ഭഗവാൻ അനുവാദം തന്നു കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും നമ്മൾ അതേ പാതയിലൂടെ തന്നെ പിന്തിരിയാതെ ഉറച്ച വിശ്വാസത്തോടെ ആ ഉറച്ച കാൽവയ്പ്പുകളോടെ മുന്നോട്ട് സഞ്ചരിക്കുന്ന വ്യക്തിക്ക് അവസാനം തുറന്നു കിട്ടുന്ന ഒരു വാതിലാണ്, ഭഗവാനിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതിന് അല്പം മുമ്പ് തുറന്നു കിട്ടുന്ന വാതിലാണ് ദേവി. ഭഗവാന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ദേവി വേണം ഈ ഭഗവാന്റെ സൃഷ്ടിയെ കൂടി ഭഗവാന്റെ ഹൃദയത്തിൽ വയ്ക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ദേവി എന്താണെന്ന് നാം തിരിച്ചറിയുന്നത്. ഈ ജീവജാലങ്ങളെ മുഴുവൻ ഇവിടെ സൃഷ്ടിച്ച് നിലനിർത്തി അവർക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നിലനിർത്തുന്ന പ്രകൃതീശ്വരിയായ ഭഗവാന്റെ മായാസ്വരൂപിണിയായ ആ മഹാമായ ആ ദേവിയാണ് ഇവിടെ ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതും പ്രകൃതി ശക്തികളെ യഥോചിതം ഉപയോഗിക്കുന്നതുമെല്ലാം. അപ്പോൾ ഭഗവാനിൽ സേവനത്തിൽ അല്ലെ ഭഗവാനെ ആശ്രയിച്ച്, സേവനം എന്നതിനേക്കാൾ ഉപരി ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധുക്കളായിട്ടുള്ള മനുഷ്യജന്മങ്ങളെ ദേവി ഒരു കുടയായി വന്ന് രക്ഷിക്കില്ലേ? വേറെ എവിടെയാണ് ആശ്രയം അങ്ങനെയുള്ള ഭക്തർക്ക്? എല്ലായിടത്തു നിന്നും ആ ആശ്രയം. നമ്മളെ ഉപദ്രവിക്കാൻ എല്ലാവരെയും ഉപദ്രവിക്കുന്ന മൃഗങ്ങൾ പോലും നമ്മെ ഉപദ്രവിക്കില്ല, നാം അവരുടെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ പോലും. കാരണം അവരുടെ ഉള്ളിലും ആ മൃഗങ്ങളുടെയോ അല്ലെ ക്രൗര്യം നിറഞ്ഞ മൃഗങ്ങളുടെ ഉള്ളിലും ശാന്തസ്വരൂപനായ ഭഗവാനാണ് ജീവചൈതന്യമായി കുടികൊള്ളുന്നത്. ആ ഭഗവാൻ എങ്ങനെ കഴിയും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സാധുജനത്തിനെ ഉപദ്രവിക്കുവാൻ? അതുകൊണ്ടാണ് മഹർഷീശ്വരന്മാരൊക്കെ വനങ്ങളിലൊക്കെ പോയി തപസ്സിൽ ഏർപ്പെടുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഈ തപോധനന്മാരെ പെട്ടെന്ന് ആത്മീയ ശക്തിയെ തിരിച്ചറിയുന്നത്, ആത്മബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയുന്നത് പാമ്പുകളാണ്. ആ പാമ്പുകളാണ് എപ്പോഴും തപസ്സനുഷ്ഠിക്കുന്നവരുടെ മുന്നിൽ വന്ന് അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആത്മീയമായ ആ പ്രകാശ സ്ഫുരണങ്ങളെ തിരിച്ചറിയുവാൻ സർപ്പങ്ങൾക്കാണ് ആദ്യം കഴിയുന്നത്. അതുകൊണ്ടാണ് ശിവന്റെ ജടയിലും കഴുത്തിലുമൊക്കെ സർപ്പങ്ങൾ ഇങ്ങനെ നിർലോഭം ഇഴഞ്ഞു നടക്കുന്നത്. അഘോരികളായിട്ടുള്ള ശിവയോഗിമാരുടെ ശരീരങ്ങളിലും അവരുടെ കൈകളിലുമൊക്കെ സർപ്പങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അവരെ കടിക്കാത്തത്? അപ്പോൾ നമ്മൾ പറയും അവരുടെ ആ കടിക്കുന്ന പല്ലെല്ലാം പറിച്ചു കളഞ്ഞ് പാമ്പുകളായിരിക്കും, അല്ലെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് പാമ്പായിരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലൊക്കെ വ്യവച്ഛേദിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പ്രകൃതിയിൽ
ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ടുള്ള ഒരു ശക്തി ഏതൊരു വ്യക്തിയിലാണോ ഏറ്റവും കൂടുതൽ ഉള്ളത്, അല്ലെ അത് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന പ്രകൃതിയിലെ ജീവിവർഗങ്ങളിൽ ആദ്യത്തേതാണ് സർപ്പങ്ങൾ, പാമ്പുകൾ. അതുകൊണ്ടാണ് ഈ തപസ്സനുഷ്ഠിക്കുന്നവരുടെ ദേഹത്തൊക്കെ പാമ്പുകൾ വന്ന് ഇഴഞ്ഞു നടക്കും. അവരത് അറിയില്ല, അറിഞ്ഞാൽ പോലും അവർക്കതിനെ ഭയമില്ല. കാരണം അങ്ങനെ ഒരു ആത്മബോധത്തിൻ്റെ ആ പ്രതിഫലനം ആസ്വദിക്കാനും അനുഭവിക്കുവാനുമാണ് ആ ജീവികൾ വരുന്നത്. എൻ്റെ അമ്മയുടെ ചേച്ചി, അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൂത്ത ജ്യേഷ്ഠത്തിയാണ് അമ്മയുടെ, എൻ്റെ വല്യമ്മച്ചി. ഒരുപാട് കാലം മക്കളില്ലാതിരുന്നതിന് ശേഷം കഠിനമായ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഒരു മകൻ ഉണ്ടായത് എന്ന്. അപ്പോൾ ഞായറാഴ്ചകളിൽ അതികഠിനമായ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അത് അനുഷ്ഠിക്കാൻ പറഞ്ഞ ഏതോ ആചാര്യൻ പറഞ്ഞു, അതിനെ തടസ്സപ്പെടുത്താൻ പല കാര്യങ്ങളും ഉണ്ടാകും, എങ്കിലും അതൊന്നും തടസ്സമായി കാണുകയോ കണ്ണു തുറന്ന് നോക്കുകയോ ചെയ്യരുതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കഠിനമായ വ്രതത്തിൽ ഏർപ്പെടുന്ന അവസരങ്ങളിൽ പാമ്പുകൾ ഇഴഞ്ഞ് വന്ന് മുന്നിൽ വന്ന് നിൽക്കുകയും അതിങ്ങനെ പാമ്പിങ്ങനെ തലയാട്ടി നിന്ന് നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ വല്യമ്മച്ചി കണ്ണു തുറന്നൊന്നും നോക്കുക പോലും ചെയ്യാറില്ലായിരുന്നു. കാണുന്നവർക്കത് ഭയം തോന്നും, പക്ഷെ ഒന്നും ഉപദ്രവിക്കുകയില്ല. ആയിരുന്ന് നാരായണ നാമം ജപിക്കുന്ന വ്യക്തിയെ പാമ്പുകളോ അല്ലെങ്കിൽ നായ്ക്കളോ അല്ലെ ഏതെങ്കിലും സിംഹമോ കരടിയോ കുരങ്ങോ ആരെങ്കിലും ഉപദ്രവിക്കുവോ? കാരണം അവയുടെയൊക്കെ ഉള്ളിലിരിക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ മറ്റൊരു ചൈതന്യമായ, തൻ്റെ മറ്റൊരു സൃഷ്ടിയായ, താൻ തന്നെയായ മറ്റൊന്നിനെ ഉപദ്രവിക്കുവാൻ ഇതിനെ പ്രേരിപ്പിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ചൈതന്യം അതെല്ലാറ്റിലും ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ നിലനിൽക്കുകയും അതുമാത്രമേ ഇവിടെയുള്ളൂ എന്നുള്ള ആ തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇവിടെ ആകെ കാണുന്ന ആത്മചൈതന്യം ഭഗവാനും ആ ആത്മചൈതന്യത്തെ നിലനിർത്തുന്ന ശക്തി സ്വരൂപമായ ശരീരമാകുന്ന മായാസ്വരൂപിണിയായ ദേവിയും, ഈ രണ്ടും അല്ലാതെ ഇവിടെ ഒന്നും കാണാനില്ല. ഏതൊരു ജീവിക്കും, ഏതൊരു ജീവജാലങ്ങളിലും മേലോട്ട് വളരണമെങ്കിൽ അതിനൊരു ശരീരം വേണം. ആ മേലോട്ട് വളരണം എന്നുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? അതിലിരിക്കുന്ന ആ ബോധത്തിൽ, ആത്മബോധത്തിൽ നിന്നാണ്. അപ്പോൾ എല്ലാറ്റിലും എന്തുണ്ട്? ഭഗവത് ചൈതന്യവും പ്രകൃതീശ്വരിയായ ദേവിയും. ഇവിടെ ആകെ രണ്ടുപേരേ ഉള്ളൂ. ആ രണ്ടുപേരെയും വീണ്ടും ആലോചിക്കുമ്പോൾ ഒന്ന് തന്നെ. അപ്പോഴാണ് ആ ഏകത്വം ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് നാം എന്നുള്ള ആ അദ്വിതീയ ഭാവം നമുക്ക് ഉണ്ടാകുന്നത്, അദ്വൈതമുണ്ടാകുന്നത്. പ്രകൃതിയും പുരുഷനും രണ്ടാണെന്ന് തോന്നും. പിന്നീട് നമ്മൾ കൂടുതൽ ചിന്തിച്ച് ചെല്ലുമ്പോൾ, കൂടുതൽ അറിഞ്ഞ് ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ പ്രകൃതി തന്നെയല്ലേ പുരുഷന്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം. അപ്പോൾ അവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ആ ആത്മചൈതന്യത്തിന്റെ പ്രതിഫലനമാണ് നമ്മിൽ ഓരോരുത്തരിലും. ഒരു മുഖം കണ്ണാടിയുടെ മുന്നിലെടുത്ത് വെക്കുമ്പോൾ മുഖത്തിന്റെ മുന്നിൽ ഒരു കണ്ണാടി വെച്ചാൽ ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് അവിടെ നിൽക്കുന്ന ആളിന്റെ മുഖമോ ശരീരമോ അല്ലേ എന്ന് പറയുന്നത് പോലെ ഇവിടെ കാണുന്ന എല്ലാറ്റിലും പ്രതിഫലിക്കുന്നത് ഏകത്വമായ ആ ഭഗവത് ചൈതന്യം മാത്രമാണ്. ആ ചൈതന്യത്തിന് ആ ചൈതന്യമാണ് എന്നെ നിലനിർത്തുന്ന ശക്തി എന്ന് ഓരോ ജീവജാലങ്ങൾക്കും ബോധം ഉണ്ടായാൽ പിന്നെ അവിടെ രണ്ടെന്ന ഭാവമില്ല. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ നാം തന്നെയാണ് അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നത്. ഇതെല്ലാം ഭഗവാൻ ചെയ്യിക്കുന്നു എന്നെ കൊണ്ട്. ഞാൻ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം, ഒരു സൃഷ്ടി മാത്രം. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ദോശ എടുത്തിടാൻ, തിരിച്ചിടുവാനും ഇളക്കിയിടുവാനും ഉപയോഗിക്കുന്ന ചട്ടകത്തിന് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? ഇല്ല. അത് തന്നെയാണ് നാമും. അപ്പോൾ അത് ചെയ്യുന്ന ആളിനാണ് അതിൽ നിന്ന് കിട്ടുന്ന നല്ലതിൻ്റെയും മോശത്തിൻ്റെയും ഗുണം എന്ന് തിരിച്ചറിയുക. അപ്പോൾ നാം ചെയ്യുന്നു എന്ന് ചിന്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാമാണ് നമുക്ക് തന്നെ വിഷമമുണ്ടാക്കുന്നതും നമുക്ക് തന്നെ സന്തോഷമുണ്ടാക്കുന്നതും. അല്പനേരത്തെ സന്തോഷവും അല്പനേരത്തെ വിഷമവും കഴിയുമ്പോൾ വീണ്ടും യഥാർത്ഥ അവസ്ഥയിലേക്ക് കടന്നു പോവുകയും അടുത്ത കാറും കോളിനും തയ്യാറായി മനസ്സ്
നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ പെയ്തൊഴിഞ്ഞ മേഘങ്ങളെ പോലെ, പ്രകൃതിയെ പോലെ നമ്മുടെ മനസ്സും ജീവിതവും പ്രക്ഷുബ്ധമാവുകയും ശാന്തമാവുകയും ചെയ്യുന്നു. ഈ പ്രക്ഷുബ്ധതയെയും ശാന്തതയെയും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് സമാധാനമുള്ള ജീവിതം, സമചിത്തതയുള്ള ജീവിതം, ആത്മബോധത്തിൽ അടിയുറച്ച ജീവിതം, സ്ഥിതപ്രജ്ഞനാകുക എന്നുള്ള ഭഗവത്ഗീതയിലെ തത്വം. ഇത് രണ്ടും കാറ് കഴിഞ്ഞാലും, കോള് കഴിഞ്ഞാലും, മഴ കഴിഞ്ഞാലും, ഇടി കഴിഞ്ഞാലും, വേനൽ കഴിഞ്ഞാലും, മഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ പ്രകൃതി എന്ന് പറയുന്ന ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ മാറി മാറി വരുന്ന ഒരു പല കളറുകളുള്ള സ്റ്റേജിൽ നമ്മൾ പരിപാടി അവതരിപ്പിക്കുമ്പോൾ പല കളറുകളിലുള്ള ലൈറ്റുകൾ പ്രതിഫലിക്കുന്നു. ഓരോ കളറും കഴിയുമ്പോൾ വീണ്ടും അടുത്ത കളറുകൾ. യഥാർത്ഥത്തിൽ പ്രകാശം ഒന്നേ ഉള്ളൂ, അതിനെ പല കളറുകളിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്ന ബോധത്തിൽ, തിരിച്ചറിവിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് പിന്നീടൊന്നും നമ്മുടേതായിട്ടോ നമുക്ക് ഭാരപ്പെട്ട ഒരു ജീവിതമോ ഒന്നുമില്ല. എവിടെയാണ് ഈ ഭാരം ഇരിക്കുന്നത് എന്ന് ചിന്തിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാകും നമ്മുടെ ഉള്ളിലാണ് ഈ ഭാരം ഇരിക്കുന്നതെന്ന്. നമ്മുടെ ഉള്ളിൽ എവിടെ നിന്നാണ് ഈ ഭാരം വന്നതെന്ന് ചിന്തിച്ച് ചെല്ലുമ്പോൾ പരിസരത്ത് നിന്ന് നാം ആർജിച്ച ഭാരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകും. പരിസരത്തു നിന്ന് നാം ആർജിക്കുന്ന ഭാരങ്ങൾ എങ്ങനെയാണ് നമ്മിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ചിന്തിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതും അറിയുന്നതും നാം ആർജിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമെല്ലാം, ഇന്ദ്രിയാനുഭവങ്ങളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന്. ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം വാരി പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ ശൂന്യമായി കഴിഞ്ഞാലേ അനുഗ്രഹം, ഭഗവാന്റെ ചിന്തകൾ അവിടെ നിറയുകയുള്ളൂ. ഒന്നുമില്ലാത്തടത്തല്ലേ എന്തെങ്കിലും നിറയ്ക്കാൻ കഴിയൂ? നിറഞ്ഞിരിക്കുന്ന മനസ്സിൽ എന്താണ് പിന്നെ പുതിയത് ഒന്ന് കുത്തി നിറയ്ക്കാനുള്ളത്? ഒന്നുമില്ല. നിറഞ്ഞ മനസ്സോടെ അല്ല ഭഗവാനെ പ്രാർത്ഥിക്കാൻ, അല്ലെ ഭഗവാനെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാകേണ്ടത്. ശൂന്യമായ മനസ്സോടെ വേണം. ആ ശൂന്യമായ മനസ്സ് എങ്ങനെയുണ്ടാകും എന്നാണ് എല്ലാവരുടെയും ചിന്ത. അതിനുവേണ്ടിയാണ് നമ്മൾ മെഡിറ്റേഷൻ, ധ്യാനം, ഏകാഗ്രത എല്ലാം ചെയ്യുന്നത്. നാമജപത്തിലൂടെ ഏകാഗ്രമായ മനസ്സുണ്ടാക്കൂ എന്നെല്ലാം നമ്മളിങ്ങനെ പറയുന്നത്. ആ നാമജപത്തിലൂടെ എത്രയോ കാലം ഏകാഗ്രത സൃഷ്ടിച്ചാലും പിന്നീട് വീണ്ടും അതിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വീണിട്ട് വീണ്ടും കിടന്ന് കൈകാലടിച്ച് ആ വെള്ളത്തിൽ കിടന്ന് അടിച്ചിട്ട് വീണ്ടും കരകയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ കുറേയൊക്കെ അടച്ചു വയ്ക്കണം. കാഴ്ചയെയും കേൾവിയെയും സംസാരത്തെയും സ്പർശത്തെയും രസത്തെയും നാവിൻ്റെ രസങ്ങളെയും എല്ലാം നമുക്ക് ക്രമേണ മാറ്റാൻ കഴിയുന്നത് എപ്പോഴാണ്? നാം വെറുതെ വിചാരിച്ചാലൊന്നും മാറില്ല. അതിനെ ആശ്രയിക്കണം. ഇതൊക്കെ എനിക്ക് കുറച്ച് തന്നിട്ട് ഇന്ദ്രിയങ്ങളിലേക്കുള്ള പുറമേ തുറന്നു വെച്ചിരിക്കുന്ന ആ ജനാലകളൊക്കെ എപ്പോഴാണ് നാം അടയ്ക്കുന്നത്? നാം അകത്ത് പ്രവേശിക്കുമ്പോഴാണ്, അല്ലേ? നമ്മൾ അകത്ത് റൂമിനകത്ത് കയറി ഉറങ്ങുവാനോ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ എല്ലാവരും ഒരിടത്ത് ഒത്തുകൂടുമ്പോൾ പുറമേയുള്ള എല്ലാ ഡോറുകളും വിൻഡോസ് എല്ലാം അടയ്ക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിലേക്ക് നോക്കാൻ എപ്പോഴാണോ ഒരാൾ ആരംഭിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ പുറമേയുള്ള ഇന്ദ്രിയങ്ങളാകുന്ന ജനാലകളെ നാം അടയ്ക്കാൻ ആരംഭിക്കുകയുള്ളൂ. അത് ഒരു ദിവസം കൊണ്ട് അടച്ചു വയ്ക്കാൻ പറ്റില്ല. അത് ക്രമേണ ചാരി കുറേശ്ശെ ഒന്ന് ചെറുതായിട്ട് അടച്ചടച്ച് അവസാനം ഒരു പൂർണ്ണമായ അടവ് വരുമ്പോഴാണ് വൈരാഗ്യമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അത് ഒരുപാട് സമയത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആണ് ഭഗവാനെ സ്ഥിരമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഭഗവാനോട് തന്നെയാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്യാൻ ഭഗവാന്റെ തന്നെ പാദത്തിൽ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുവാൻ ഭഗവാനോട് തന്നെ പറയുക. അപ്പോൾ ഭഗവാൻ ക്രമേണ അതിനുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിലിരുന്ന് നമ്മെക്കൊണ്ട് പ്രവർത്തിപ്പിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് അനുകൂലമാവുകയും ഹൃദയം ശുദ്ധമാവുകയും നിശ്ചലമാകുന്ന ആ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ശൂന്യമായ ഹൃദയത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഭഗവാൻ വന്ന് നിറഞ്ഞിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ജീവജാലങ്ങളിലും ഭഗവാനെ കാണുവാൻ കഴിയും. എല്ലാറ്റിനോടും ഒരു
ഒരു പ്രാപഞ്ചികമായ ഒരു പ്രേമം ഉണ്ടാവുകയും ചെയ്യും. അതാണ് രാധാകൃഷ്ണ പ്രേമം. കൃഷ്ണനാകുന്ന ഭഗവാനും ആ രാധയാകുന്ന ശരീരമാകുന്ന നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഉള്ളിലെ ആ ഭഗവാനെ കൊണ്ട് സൃഷ്ടി ചെയ്യിപ്പിക്കുവാൻ, അതായത് സൃഷ്ടി ചെയ്യുവാൻ ഭഗവാൻ ആഗ്രഹിക്കുമ്പോൾ ഭഗവാനിൽ നിന്ന് ഉണർന്നു വരുന്ന ശക്തിയാണ് ആ രാധാദേവിയാകുന്ന ആ ശക്തി സ്വരൂപിണി. ആ ശക്തിയാണ് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രാധാദേവിയാകുന്ന നമ്മുടെ ശരീരം ഭഗവാനാകുന്ന ആത്മചൈതന്യത്തിൽ ലയിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അതുല്യമായിട്ടുള്ള അനഘമായിട്ടുള്ള ഒരു അനുഭവമാണ് രാധാകൃഷ്ണ പ്രണയം. ആ പ്രണയമാണ് നമ്മളെല്ലാ ജീവജാലങ്ങളിലും കാണുന്നത്. ശരീരമുള്ളതെല്ലാം ഇവിടെ കാണുന്ന എല്ലാ ഭൂരൂപങ്ങൾക്കും ഒരു പർവ്വതമാകട്ടെ, അതിനൊരു ശരീരമില്ലേ? ആ പർവ്വതത്തിൻ്റെ രൂപം. മരുഭൂമിക്ക് ഒരു ശരീരമില്ലേ? സമുദ്രത്തിനില്ലേ ശരീരം? പാറകൾക്കില്ലേ ശരീരം? പിന്നെയാണോ ജീവജാലങ്ങളുടെ കാര്യം പറയാനുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള ആ ശരീരങ്ങളെല്ലാം ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന രാധാദേവിയാണ്. അതിന് ഇപ്പോൾ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് പർവ്വതത്തിന് കാഠിന്യം കിട്ടുന്നത്. ഇപ്പം ജലത്തിൻ്റെ അതിലെ ലവണമാണ് ഭഗവാനായിട്ട്, ആ ജലത്തിൻ്റെ ആ ലിക്വിഡിറ്റിയാണ് ഭഗവാൻ ആകുന്നത്. ജലം അവിടെ ദേവിയാണ്. അപ്പോൾ ഓരോ ജീവജാലങ്ങളെയും എടുത്തു നോക്കൂ, ഓരോ പ്രപഞ്ച സൃഷ്ടികളെയും എടുത്തു നോക്കൂ, അതിലെല്ലാം രാധയുമുണ്ട്, കൃഷ്ണനുമുണ്ട്. അപ്പോൾ നമ്മിൽ ഇരിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന രാധ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹംബോധം, ഞാനെന്ന ബോധവും ആകുന്ന ആ രാധ, ആ പ്രാണനാകുന്ന പ്രാണനും ഇത്രയും കൂടി ചേരുമ്പോൾ ശരീരമാകുന്നു. ആ ശരീരമാകുന്ന രാധാദേവി, അതിൽ ആത്മചൈതന്യമാകുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ വിലയം പ്രാപിച്ച് ഞാനും എൻ്റെ ആത്മചൈതന്യവും ഒന്ന് തന്നെയാണ്. ഞാൻ എന്ന് പറയുന്നത് ആത്മചൈതന്യത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഈ ശരീരവും ആത്മാവും പരസ്പരം സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മനിർവൃതി, അതാണ് രാധാകൃഷ്ണ പ്രണയം. അത് വളരെ 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 വിശാലമായ അർത്ഥത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഇതാണ് ഒരു യഥാർത്ഥത്തിലുള്ള കോൺസെപ്റ്റ്, പ്രപഞ്ച തത്വം. എന്നാൽ ഒരു ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് ഒരു ശരീരം എടുത്തു വന്നപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് വെച്ചാൽ എല്ലാവരെയും ആകർഷിക്കുന്ന ആളെന്നാണ് ആ പേരിനർത്ഥം. ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്. നമ്മൾ പേരുകളൊക്കെ നമുക്ക് വന്ന് സംഭവിച്ചതല്ല, നേരത്തെ നിശ്ചയിച്ചതാണ്. ആരൊക്കെയോ നമുക്ക് ഇട്ടെന്നേ ഉള്ളൂ നാമങ്ങളൊക്കെ. അപ്പോൾ ഭഗവാന്റെ നാമം കൃഷ്ണൻ എന്ന് വെച്ചാൽ എല്ലാവരെയും ആകർഷിക്കുന്ന ആളെന്നാണ് ആ വാക്കിനർത്ഥം. എല്ലാത്തിനെയും ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ അരികിലേക്ക് എന്താണ് ഗോപസ്ത്രീകളും ഗോപന്മാരും അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങളും, അതുകൂടാതെ പുൽക്കൊടികളും അവിടെ നിൽക്കുന്ന പച്ചമുളം തണ്ടുകളും മാനും മുയലും പശുക്കിടാങ്ങളും എല്ലാവരും, പശുക്കുട്ടികളൊക്കെ ഭഗവാനെ മുട്ടി നിൽക്കാനാണ് ഇഷ്ടം. വൃക്ഷങ്ങളൊക്കെ ഭഗവാൻ നിൽക്കുമ്പോൾ ഇല താത്തു കൊണ്ടുവന്ന് ഭഗവാനെ മുട്ടി നിൽക്കും. അവിടെയുള്ള ഭഗവാൻ ഓടിക്കളിച്ച ആ വൃന്ദാവനത്തിലെ വൃക്ഷങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ അവിടെ പോയവർക്കറിയാം. എല്ലാം ചെറിയ ചെറിയ വൃക്ഷങ്ങൾ, ഭഗവാനെ മുട്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വൃക്ഷങ്ങൾ. അവയെ വൃക്ഷങ്ങളെന്ന് പറയാൻ പാടുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഭഗവാനെ ചേർന്ന് നിൽക്കുവാൻ, ഭഗവാനെ കാണുന്നിടത്ത് നിൽക്കുവാൻ, ഭഗവാനെ മുട്ടി നിൽക്കുവാൻ, ഭഗവാന്റെ ഒരു കടാക്ഷം കിട്ടുന്നിടത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവജാലം ആയിരുന്നു ആ ഭഗവാൻ ജീവിച്ചിരുന്ന സമയത്ത്. അത് തിരിച്ചറിഞ്ഞ് ആ ആഗ്രഹം ആർക്ക് വന്നു? ഭഗവാനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഇത് ഭഗവാനാണെന്നും ഭഗവാനിലേക്കൊരു ആകർഷണം ഉണ്ടാവുകയും ചെയ്തുള്ളൂ. അല്ലാതുള്ളവ വെറും ഒരു ബാലൻ, നന്ദഗോപരുടെയും യശോദാമ്മയുടെയും മകനായ ഒരു ബാലൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് ശ്രീ വ്യാസഭഗവാൻ എൻ്റെ വാക്കുകളിൽ എഴുത്തച്ഛൻ അത് വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഭഗവാനെ ഓരോരുത്തരും എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ
അഘാസുര വധം അതിൽ എഴുത്തച്ഛൻ വിവരിക്കുന്നത് നമുക്ക് നോക്കാം. പുത്രഭാവത്തെ കൊണ്ട് നന്ദനും യശോദയ്ക്കും ഭഗവാനോട് ആ ഒരു സ്നേഹം അത് പുത്രഭാവത്തിൽ അവർ കാണുന്നു. മിത്രഭാവത്തെ കൊണ്ട് ഭഗവാന്റെ സഖികുലങ്ങൾ, ആ കൂട്ടുകാരായിട്ടുള്ള ആ ഗോപന്മാർക്ക് മുഴുവൻ മിത്രഭാവമായിട്ടാണ്, എൻ്റെ മിത്രമാണ് ഭഗവാൻ എന്ന തോന്നൽ. സ്നിഗ്ധഭാവത്തെ കൊണ്ട് മറ്റുള്ള ബന്ധുക്കൾക്ക് സ്നിഗ്ധഭാവം, ഏറ്റവും സ്നേഹം കിനിയുന്ന ആ ഭാവമാണ് മറ്റുള്ള ബന്ധുക്കൾക്ക് ഭഗവാനോട് തോന്നുന്നത്. മുഗ്ധഭാവത്തെ കൊണ്ട് ഗോപിക ജനത്തിനും ഗോപകന്യകമാർക്ക് ഭഗവാനോടുള്ളത് ആ മുഗ്ധ പ്രണയഭാവം. ശത്രുഭാവത്തെ കൊണ്ട് കംസാദി ശത്രുക്കൾക്കും, ശത്രുഭാവത്തിൽ കംസൻ തുടങ്ങിയ ജരാസന്ധൻ, ശിശുപാലൻ തുടങ്ങിയ ധാരാളം അസുരന്മാരും രാക്ഷസന്മാരുമായിട്ടുള്ള ശത്രുവർഗങ്ങൾക്കെല്ലാം ഭഗവാൻ ആ ശത്രുത്വഭാവത്തിലാണ് ഭഗവാനെ കണ്ടത്. അതുപോലെ ഭക്തി ദാനത്തെ കൊണ്ട് ഭക്തന്മാരായിട്ടുള്ളവരെല്ലാം ഭഗവാനെ ഭക്തിയോടെ കണ്ടു. സാധാരണ മനുഷ്യരെല്ലാം എന്ത് ചെയ്തു? ഒരു കുട്ടിയായി, ഒരു ബാലനായി ഭക്തിയിലെങ്ങും വിശ്വസിക്കാത്ത സാധാരണ അജ്ഞരായ മനുഷ്യർ ഭഗവാനെ ഒരു കുട്ടിയായി കണ്ടു. അങ്ങനെ ഏതെല്ലാം രീതിയിലാണ് ഭഗവാനെ കണ്ടത്? പുത്രഭാവത്തെ ചൊല്ലിക്കണ്ടു, മുക്തഭാവത്തോടെ കണ്ടു, മിത്രഭാവത്തോടെ കണ്ടു, സ്നിഗ്ധഭാവത്തോടെ കണ്ടു, ശത്രുഭാവത്തോടെ കണ്ടു, അതുപോലെ ഭക്തി ഭാവത്തോടെ കണ്ടു. പിന്നെയോ വെറും അജ്ഞരായിട്ടുള്ള മനുഷ്യർ വെറും ഒരു മനുഷ്യനാണ് എന്നുള്ള ആ ഒരു ആസക്തിയോടെ, ഇതെല്ലാം ഓരോ ആസക്തിയാണ്. ഭക്തി ഒരു ആസക്തിയാണ്. ശത്രുഭാവം ആസക്തിയല്ലേ? സ്നിഗ്ധഭാവവും മുഗ്ധഭാവവും എല്ലാം ആസക്തിയാണ്. അങ്ങനെ സക്തന്മാരായ ഒരു ജനതതിയുടെ ഇടയിലാണ് നമ്മുടെ ഭഗവാൻ വളർന്നത്, ജനിച്ചതും വളർന്നതും. അപ്പോൾ ഗോപികമാരുടെ പ്രണയം, ഭഗവാനോടുള്ള പ്രണയത്തെക്കുറിച്ച് ഇനിയും ഒത്തിരി പറയാൻ ബാക്കി മനസ്സിൽ കിടക്കുന്നു. ഒരുപാട് സമയം അതിക്രമിച്ചതുകൊണ്ട് ഇവിടെ ഇത് നിർത്താം. എല്ലാവർക്കും ഭഗവാന്റെയും രാധാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർമ്മങ്ങളും അവിടുത്തെ ആ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.